കുടിക്കണോ? എൻ്റെ പൈസക്ക് ഞാൻ ചിലപ്പോൾ കുടിക്കും, വലിക്കും, എടുക്കും. എന്നോട് ആർക്കാണ് കുഴപ്പം? അവളെ കായലരികത്ത് വലയെറിഞ്ഞപ്പോ വലയിൽ കുടുങ്ങിയ ചുണ്ടലി. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വലയി ചുണ്ടലി അനീര മോനെ വേണ മോനെ ആടെ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ഒരു 100 രൂപ താഴെ ഇങ്ങോട്ട് നിന്റെ ഇല്ലായിരിക്കും. എന്റെ എടേ നീ പണിക്ക് പോണവൻ നിന്റെ പൈസ ഉണ്ട്. നീയും പണിക്ക് പോണ എന്നല്ല. എടേ എനിക്കെന്തൊരു പണി ഇരിക്കണ തികയൂലടാ. എന്റെ ഇല്ലടേ. എടേ നീ കളിക്കാതെ പൈസ ഉണ്ട്, നിന്റെ പൈസ ഉണ്ട് എനിക്കറിയാം. പൈസ ഉണ്ടാ നിന്നെ ഏട്ടാ എന്ത്? എന്റെ കൊച്ചിന് തീരെ വയ്യ. അവടെ പോയി എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല. എവിടെയെങ്കിലും കുടിച്ച് വെടുത്ത് കിടക്കണായിരിക്കും. ചേട്ടാ കൊച്ചിന് തീരെ വയ്യ, ആശുപത്രി കൊണ്ടുപോയി. വേഗം മരുന്ന് കൊടുക്കാനാ പറഞ്ഞേക്കണ്. 10,500 രൂപയാണ് മരുന്നിന്. ഒരു 500 രൂപ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. 1,000 രൂപ എന്തെങ്ങനെയും ഒന്ന് ഒപ്പിച്ചു തരും. നീ കരയാതെ, പൈസ ഞാൻ ഒപ്പിച്ച് തരാം. പക്ഷേ എനിക്കൊരു കാര്യം. എന്തേട്ടാ? വേറെ ഒന്നുമില്ല. എന്താണേലും പറയേ. ഒരുപാട് ദിവസത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരു ദിവസം എനിക്ക് നിന്നെ വേണം. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? എൻ്റെ കുട്ടി വയ്യാണ്ട് എടുക്കുമ്പോൾ എങ്ങനെയൊക്കെ പറയണേ? എൻ്റെ ഏട്ടൻ്റെ കൂട്ടുകാരനല്ലേ നീയേ? ഏട്ടറിഞ്ഞ എന്താ ഉണ്ടാവാന്നറിയോ? എൻ്റെ ഒരു ഭർത്താവ് അവറിഞ്ഞ് എന്തിരിയാ? ഞാൻ പിടിച്ച് വടയെ കിടക്കണേ. അവറിഞ്ഞിട്ട് എന്തിരിയായി? എനിക്ക് നിന്റെ കാശ് വേണ്ടടാ. വേണ്ടെങ്കിൽ പോ, നീ കിട്ടടുത്ത് പോയി മാരി ഓ. മനോ, എന്റെ കൊച്ചിന് തീരെ വയ്യടാ. എനിക്ക് ആശുപത്രി കൊണ്ടുപോകണം. കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയടാ. മരുന്നിന് പൈസ തന്നില്ല. എങ്ങനെയാലും ഒരു 1000 രൂപ താടാ. 1000 രൂപ ഭർത്താവിനോട് ചോദിക്കണം. ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുകയല്ലേ? ഏത് ബാങ്കില്? ബാങ്ക് സിവിൽ സപ്ലൈ. അവിടെ കൊണ്ടിടുന്നത്. അപ്പൊ അങ്ങനെയൊന്നും പറയണ്ട. ഈ ഒരു 1000 രൂപ എങ്ങനെയാലും താടാ. കൊച്ചിന് വയ്യാഞ്ഞിട്ടല്ലേ? എൻ്റെ ഇല്ല, ഉണ്ടെങ്കിലും ഇപ്പം തരാൻ പോണില്ല. നിങ്ങൾ ഭർത്താവ് വാങ്ങിച്ച പൈസ തിരിച്ചു തരണില്ല, പിന്നെയാണ് ഈ പൈസ. ഞാൻ കൊറേ പേരോട് ചോദിച്ചടാ, എങ്ങനെയാലും താടാ. കുട്ടിയുടെ കാര്യല്ലടാ. അല്ല, എൻ്റെ പൈസ ഇല്ല ഇപ്പൊ. അത് ഉണ്ടെങ്കിൽ ഞാൻ തരണില്ല. ദയവ് ചെയ്തൊന്ന് പോവും. ഞാൻ എന്താ ചെയ്യ? നിങ്ങൾ ഇവിടെ വന്ന് കിടക്കുക. കൊച്ചിന് തീരെ വയ്യ, സീരിയസ് ആണ്. എത്ര വേഗം മരുന്ന് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 500 രൂപ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു 1000 രൂപ കൂടി വേണം. നിങ്ങൾ എവിടുന്നെങ്കിലും ഒന്ന് ഉണ്ടാക്കും. നീ എത്ര രൂപ പറഞ്ഞത്? 500 രൂപ. എടി 500 രൂപ എനിക്കിങ്ങതാ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് നിനക്ക് തിരിച്ചു തരാം. കൊച്ചിന് മരുന്ന് മേടിച്ചു കൊടുക്കണ്ടേ? അതിനന്ന് ഞാൻ അവിടെ നിന്നൊക്കെ മേടിച്ചതാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു തരാന്ന്. ആ ചുണ്ടലിന്റെ മോനെ എന്നെ അടിച്ചള്ളിട്ടടി. അതന്നെ വേണം. കുട്ടീനെ നോക്കാൻ പറ്റില്ല.
എന്റെ ദേഹത്ത് ഒരു പെരുപ്പ് രണ്ടെണ്ണം അടിച്ചാൽ മാറും. കൊച്ചിന് മരുന്ന് മേടിച്ചു കൊടുക്കണ്ടേ? കുട്ടിക്ക് മരുന്ന് വാങ്ങിക്കടി. കുട്ടിക്ക് മരുന്ന് നമ്മൾ ആശുപത്രി കിട്ടൂടി ഫ്രീ ആയിട്ട്. നമ്മളെ സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കണേ. കുട്ടീനെ നോക്കാൻ പറ്റില്ല. ഒരു 500 താരി ഇങ്ങോട്ട്. നിങ്ങൾക്ക് കുടിക്കാനല്ല കുട്ടീനെ. ഞാനിപ്പോ എന്താ ചെയ്യാ? കുട്ടി 500 രൂപ പൈസ നിങ്ങൾ കുടിച്ച് മരിച്ചോളെ. ഒരുപാട് ദിവസം എൻ്റെ ഒരു ആഗ്രഹം ഒരു ദിവസം ഇങ്ങനെയല്ല. നീ എന്തിനു വിഷമിക്കുന്നു? എന്തു പറഞ്ഞാൽ അവനെ കെട്ടി പറ്റി ഞാൻ തന്നെ. ഇതെന്തൂടെ ഇത്? ഈ മൊബൈൽ തുറക്കാനേ പറ്റുന്ന എല്ലാം പിന്നെ നിങ്ങൾ ആട്ടവും ചാട്ടവും ബോറായിട്ടുള്ള എല്ലാ പരിപാടിയും ഇതിനകത്തുണ്ട്. അണ്ണാ നിങ്ങളത് നോക്കണോണ്ടല്ലേ ഇത് കാണണ? അത് നിങ്ങൾ കാണാതിരുന്നാ പോരി. അല്ല ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ. ഐഡിയ എന്തിരി ഐഡിയ ഒന്നും അറിയാൻ പാടില്ല. ഐഡിയ തരണം കേട്ടോ. ഇതന്നെ അടിപൊളി സാധനം തന്നെ കേട്ടോ. സെറ്റപ്പ്. ഇത് വേറെ ഒരു ഐറ്റമാണ്. അടുത്ത ഐറ്റം അതാ വരണം. നിന്റെ കൂട്ടുകാരൻ്റെ ഭാര്യയില്ലേ? അണ്ണാ എവളിപ്പം റൂട്ടിൽ തന്നെ അല്ലേ? റൂട്ടില്ല, അവള് ബോംബല്ലേ. പക്ക ബോംബാ. അണ്ണാ ജീവിക്കാൻ വേണ്ടിയായിരിക്കും. ജീവിക്കാൻ വേണ്ടിയല്ല, അവള് കഴപ്പ് മൂത്ത് നടക്കണ്ട. കഴപ്പേനടാ എൻ്റെ അടുത്ത് മറ്റുണ്ട് വന്നിട്ടുണ്ടോ? പിന്നെ ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല. എനിക്കറിയാലോ എൻ്റെ കൂട്ടുകാരൻ്റെ പെണ്ണാണ്. പിന്നെ പൈസ അത്യാവശ്യം ചോദിച്ചാൽ കൊടുത്ത്. പിന്നെ ആശുപത്രി കേസ് പിള്ളേർക്ക് സുഖമില്ലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൊടുക്കും. അത് നമ്മുടെ കൂട്ടുകാരൻ്റെ കാര്യമില്ലെന്നല്ല. അല്ല എനിക്ക് അങ്ങനത്തെ വേറെ നോട്ടങ്ങളും ചിന്തകളൊന്നും ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ അണ്ണാനെ കുറിച്ച് നമുക്കറിഞ്ഞില്ലേ? പക്ക ഡീസൻറ്റ്. ഡീസൻറ്റ് കോപ്പ്. ഡീസൻറ്റ് നോക്കി ഇങ്ങോട്ട് കാര്യമില്ല, കിട്ടിയങ്ങ് തട്ടണം, അത്രയേ ഉള്ളൂ. എനിക്കങ്ങനെ തോന്നൂലേ. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. പിന്നെ അവളാണെങ്കിൽ എൻ്റെ ഒരു സഹോദരിയെ പോലെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ കൂട്ടുകാരല്ല. എനിക്കങ്ങനെ തോന്നൂല്ല. അവർക്ക് ആ ബോധ്യമില്ലെങ്കിൽ എനിക്ക് നല്ല ബോധ്യം.